ഇന്ന് നമുക്കൊരു ഇൻവിസിബിൾ സിബ് എങ്ങനെ തയ്ക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു തുണിയിൽ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം. ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുമ്പോൾ അതൊരു ബിഗിനേഴ്സിനൊക്കെ ഇത്തിരിയും കൂടെ ഒരു ഉപകാരപ്രദമായിരിക്കും. ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ആയാലും നമുക്ക് തെറ്റുകൂടാതെ സ്ട്രെയിറ്റ് ലൈനൊക്കെ അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ഇൻവിസിബിൾ സിബ് എടുത്തിട്ട് നമുക്ക് എവിടെ വരെയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അതിന് ശേഷമുള്ള ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിടാം. ക്ലോത്തിൽ നമ്മൾ ആ ഭാഗം ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടു. ബാക്കി സിബ് വരുന്ന ഭാഗം ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് സിബിൻ്റെ റോങ് സൈഡ് നമുക്ക് നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. സിബിൻ്റെ റോങ് സൈഡ് എന്ന് പറയുന്നത് പല്ലുകളുള്ള ഭാഗത്തെയാണ് റോങ് സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് പല്ലുകളുള്ള ഭാഗം. ഇതിനെ നമ്മൾ റോങ് സൈഡ് എന്ന് പറയും. അത് നമുക്ക് നേരെ വെച്ച് ആ 1/2 ഇഞ്ചിലൂടെ സ്ട്രെയിറ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ സ്റ്റിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗമുണ്ടല്ലോ, ക്ലോത്തിൽ നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗത്തുനിന്ന് താഴെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വരെ നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ക്ലോത്തിൽ ക്ലോസ് ചെയ്ത ഭാഗത്ത് നിന്നും ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് താഴത്തേക്ക് ഇറക്കി സ്റ്റിച്ച് ചെയ്യാം. ഈ സെയിം മെത്തേഡ് ഓപ്പോസിറ്റും സിബിൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെത്തേഡിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ഒരു ലുക്കിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ബൂട്ടിക് സ്റ്റൈലിലൊക്കെ നമുക്കൊരു ബൂട്ടിക് ഫിനിഷിങ്ങിലൊക്കെ നമുക്കത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു സിബിനെ ഓപ്പൺ ചെയ്ത് അതിനെ കീഴ്പ്പെട്ട് വലിച്ചെടുക്കുക. നമുക്കത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ താഴേക്ക് വലിച്ചിറക്കി ഇടുന്നത്. അതിനുശേഷം അത് നമുക്ക് ഇത്തിരിയും കൂടെ ഫിനിഷിങ് കിട്ടുന്നതിനായിട്ട് നമുക്കിതിൻ്റെ ഫൂട്ടൊന്ന് മാറ്റാം. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഫൂട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫൂട്ടിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, ഇതിനെക്കുറിച്ച് വീഡിയോസ് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലെ ഫൂട്ട് മാറ്റി. ഇനി ഈ സിബിന് നമുക്ക് ഇൻവിസിബിൾ സിബിന് ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുത്താൽ നമുക്ക് ഇത്തിരിയും കൂടെ ഒരു സ്പേസ് കിട്ടും. ആ ഒരു സ്പേസിലൂടെ വേണം നമ്മൾ ഇൻവിസിബിൾ സിബ് എപ്പോഴും അറ്റാച്ച് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്കൊരു ഫിനിഷിങ് കിട്ടില്ല. ഓക്കെ, അതൊന്ന് വിടർത്തി പിടിച്ച് നമ്മൾ ആ സൈഡിൽ കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. സിബിൽ ഒരിക്കലും കയറി അടിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിബ് ഒരിക്കലും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ഇതാണ് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്നത്. അടിപൊളി ലുക്കാവാനായിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഇൻവിസിബിൾ സിബിൻ്റെ മെത്തേഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് ഇൻവിസിബിൾ സിബൊക്കെ തയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ലാസ്റ്റ് ഭാഗമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.